എങ്ങനെയാണ് സഹിച്ച ആ ഒരു പെയിൻ? അതൊന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 24. 24 വയസ്സിൽ ഇത്രയും വലിയ പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. എങ്ങനെയാണത് സഹിച്ച? ഒരു ട്രോമയായിരുന്നു എനിക്ക് ആ ഒരു ദിവസത്തെ പറ്റിയും പിന്നെ അവിടുത്തെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു ഇത് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചായിരുന്നു. കാരണം നോർമൽ ആവാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തായിരുന്നു. കാരണം രാവിലെ 4 മണിക്ക് തൊട്ടാണ് പെയിൻ. രാവിലെ ഒരു 4 മണിക്ക് ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ അതിന്റെ പെയിൻ്റെ ഇത് കൂടി വന്നു. അപ്പോഴാണ് ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോയപ്പോൾ അവർ പറഞ്ഞു ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേനും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ കയറ്റി. അങ്ങനെ പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടവിട്ട് വരുന്ന ഒരു പെയിന് ഭയങ്കര ശക്തിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റയടിക്ക് ഒരു പെയിൻ വന്ന് നമ്മൾ പുഷ് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇത് രാവിലെ ആ ഒരു അത്രയും 10 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ആ പെയിൻ സഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. അപ്പോഴും മരുന്ന് പോകുന്നുണ്ട്, എന്നിട്ട് ഒരു ഡിഫറൻസും ഇല്ല. കുറേ മണിക്കൂറോളം പെയിൻ സഹിച്ചു. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ തന്നെ പറഞ്ഞു സി സെക്ഷൻ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവര് വന്ന് കാണുകയും ചെയ്തല്ലോ. അപ്പോഴും എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. കാരണം ഇനിയും 4 മണിക്കൂർ ഡോക്ടർ പറയുകയും ചെയ്തു, ഇനിയും 4 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ നോർമൽ ആവണം എന്നില്ല. ചിലപ്പോൾ അതും സി സെക്ഷനിലേക്ക് പോകാൻ ചിലപ്പോൾ വിഷ്ണുപ്രിയ ചിലപ്പോൾ ആ ഒരു ടൈമിൽ തളർന്നു വരും. കാരണം രാവിലെ തൊട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയതാണ്. അപ്പം അവർ വന്നിട്ട് പി വി ചെക്ക് ചെയ്യണ സമയത്ത് ബേബിയുടെ ഹെഡ് താഴേക്ക് ഇറങ്ങി വരുന്നില്ല. അപ്പം ആ ഹെഡ് വരെ ഇത്തിരി നീര് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ബേബിക്കും കൂടി പ്രോബ്ലം ആയേനെ ഒരു 4 മണിക്കൂർ സഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്ന സി സെക്ഷൻ മതി. കാരണം ഈ വേദനയേക്കാളും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയാണ് സി സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം ആ വേദന നമുക്ക് എന്തായാലും നമുക്ക് സഹിക്കാനായിട്ട് പറ്റില്ല.